സേനാപതി വേണു. ഒടുവിൽ അന്വേഷണം അവിടെ വരെ എത്തിയിരിക്കുകയാണ്. ഇത് തെരഞ്ഞെടുപ്പ് സമയത്ത് നടത്തേണ്ടതായിരുന്നു ഈ ചോദ്യം ചെയ്യൽ, പക്ഷേ അന്ന് നടന്നില്ല. അതിന് കാരണം സർക്കാരിൻ്റെ ഇടപെടലാണ്. ഈ രീതിയിലുള്ള പ്രതികരണമാണല്ലോ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. എന്തുകൊണ്ട് അത് സംശയിക്കുന്നു? പക്ഷേ ഇത് ചോദ്യം ചെയ്യലിൽ മാത്രം അവസാനിക്കുന്ന ഒന്നായി മാറുമോ? ഇവിടെ ഇപ്പൊ കടകംപള്ളിയുടെ മറുപടി നമ്മൾ കേട്ടു. ദേവസ്വം മന്ത്രി എന്ന നിലയിൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ചോദ്യം ചെയ്യലിൽ പറഞ്ഞു എന്നുള്ളത്. ഇപ്പൊ 10ാമത്തെ ആള് ഇന്നലെ അറസ്റ്റിലായിരിക്കുന്നു. ഈ 10 പേരും അറസ്റ്റ് രേഖപ്പെടുത്തുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ഒഴിച്ച് ബാക്കി ഇങ്ങോട്ടുള്ള എല്ലാ ആളുകളുടെയും മറുപടി ഇത് തന്നെയാണ്: എനിക്കിതിലൊന്നും പങ്കില്ല, ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഓരോരുത്തരും, അത് മുരാരി ബാബു ആണെങ്കിലും അതിനുശേഷം സുധീഷ് കുമാർ ആണെങ്കിലും, ഇങ്ങനെ വന്ന് ഇപ്പോൾ അകത്തുള്ള എല്ലാവരുടെയും മറുപടി ഒന്ന് തന്നെയാണ്: എനിക്കിതിലൊന്നും പങ്കില്ല, മറ്റ് ആളുകൾ അല്ലെങ്കിൽ മറ്റുള്ളവരാണ് ഇതിൻ്റെ ഉത്തരവാദി എന്നുള്ളതാണ്. ആ മറുപടിയാണ് ഇപ്പോൾ കടകംപള്ളിയും പറഞ്ഞിരിക്കുന്നത്. മുമ്പ് ഈ SITക്ക് കൊടുത്ത ചില മൊഴികളുടെ, പത്മകുമാറിൻ്റെയും മറ്റുമായിട്ട് എൻ വാസുവിൻ്റെതുമായിട്ട് വന്നിരിക്കുന്ന മൊഴികൾ, ആദ്യം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയപ്പെടുത്തുന്നതോ അത് മന്ത്രിയുടെ ഓഫീസ് വഴിയാണ് എന്നുള്ള ഒരു മൊഴി പുറത്തു വന്നിട്ടുള്ളതാണ്. അപ്പോൾ മന്ത്രിക്ക് സുബ്രഹ്മണ്യം പോറ്റിയുമായിട്ട് മുമ്പേ പരിചയമുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഞാൻ കൗതുകരമായി മന്ത്രി മുമ്പ് പറഞ്ഞൊരു വാക്ക് ഇവിടെ ആവർത്തിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, അയ്യപ്പനോട് കളിച്ചിട്ടുള്ളവരാരും രക്ഷപ്പെട്ടിട്ടില്ല എന്ന് മന്ത്രി തന്നെ മുമ്പ് സാന്ദർഭോചിതമായിട്ടോ അല്ലെങ്കിൽ എന്താ പറഞ്ഞേ ഒരു താൽക്കാലികമായിട്ടോ അദ്ദേഹം പറഞ്ഞതായിരിക്കും. അതേതായാലും അത് സത്യമായി പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി പത്മകുമാർ പറഞ്ഞൊരു കാര്യമുണ്ട്: ദൈവതുല്യരായ ആളുകൾ നമ്മളോട് പറഞ്ഞാൽ. ഇപ്പൊ ഇന്ന് വിജയകുമാർ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്? എല്ലാം സഖാവ് പറഞ്ഞിടത്താണ് ഞാൻ ചെയ്തത് എന്ന്. അപ്പൊ ഇത് ഒരു ചെയിനായിട്ട് ഇങ്ങനെ വന്ന് മന്ത്രിയുടെ ഓഫീസ് വരെ എത്തി നിൽക്കുന്നു. ഇലക്ഷന് മുമ്പ് തന്നെ, ത്രിതല പഞ്ചായത്ത് ഇലക്ഷന് മുമ്പ് തന്നെ മന്ത്രിയെ ചോദ്യം ചെയ്യേണ്ടതാണ്. അപ്പൊ ഇലക്ഷനിൽ ഇനി തിരിച്ചടിയാകുമോ എന്നുള്ള ഒരു ഭയമായിരിക്കാം അന്ന് ചോദ്യം ചെയ്യൽ മാറ്റിവെച്ചത്. ഏതായാലും ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത്, ഡിസംബർ 5-ന് ശേഷം കാര്യമായ പുരോഗതി ഒന്നും ഉണ്ടായില്ലല്ലോ എന്ന ചോദ്യത്തിന് ശേഷമാണ് ഇപ്പോൾ വന്ന് എൻ വിജയകുമാറിൽ എത്തി നിൽക്കുന്നത്. അപ്പൊ CPMന്റെ 3 പ്രധാനപ്പെട്ട നേതാക്കൾ ഇപ്പോൾ ജയിലിൽ കിടക്കുകയാണ്. മുൻ മന്ത്രിയെ 2019 ദേവസ്വം ബോർഡിന്റെ ചുമതല ഉണ്ടായിരുന്ന മുൻ മന്ത്രിയെ ചോദ്യം ചെയ്തിരിക്കുന്നു. മന്ത്രിയെ ചോദ്യം ചെയ്യുന്ന ദിവസം തന്നെയാണ് ഡി മണി, ഡയമണ്ട് മണിയാണോ, ദ്രാവിഡ മണിയാണോ, ഇനി ദാവൂദ് മണിയാണോ, വേറെ ഏതെങ്കിലും മണിയാണോ എന്നറിയത്തില്ല, ദിണ്ടിക്കൽ മണിയാണോ എന്നും അറിയത്തില്ല, അദ്ദേഹത്തെയും ചോദ്യം ചെയ്തിരിക്കുന്നു. അദ്ദേഹത്തോടൊപ്പം ഒരു എന്താ പറഞ്ഞ ശ്രീകൃഷ്ണൻ, അദ്ദേഹത്തെയും ചോദ്യം ചെയ്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ SITയുടെ അന്വേഷണം ഇപ്പോൾ അത് ഏതാണ്ട് അതിൻ്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക്, ഇനിയിപ്പോൾ 2 ആഴ്ചയ്ക്കുള്ളിൽ അവസാനം ഇത് കുറ്റപത്രം സമർപ്പിക്കുകയോ അന്വേഷണം പൂർത്തീകരിക്കുകയോ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇന്ന് 2 പുതിയ CIമാർ കൂടി അന്വേഷണ സംഘത്തിൽ എത്തിയിരിക്കുന്നു. അപ്പോൾ ഒരു സംശയവും വേണ്ട മഞ്ജുഷ്, ഇന്നല്ലെങ്കിൽ നാളെ, ഏറിയാൽ ഒരാഴ്ച വരെ പോകുന്ന ഞാൻ കരുതുന്നില്ല, 48 അല്ലെങ്കിൽ 72 മണിക്കൂറിനകം കടകംപള്ളിയും ഈ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം മന്ത്രിയുടെ ഓഫീസിൽ ഈ കൊള്ളയ്ക്ക് വ്യക്തമായ പങ്ക്. ഇനി 3 കാര്യമാണല്ലോ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ഒന്ന്, 98-ൽ സ്വർണം പതിപ്പിച്ചു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. 2018-ൽ സ്വർണം അവിടെ ഉണ്ടായിരുന്നു, 2018 വരെ ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. 2018-ന് ശേഷമാണ് ഇത് പോയിരിക്കുന്നത്. കൊണ്ടുപോയത് ആരൊക്കെ, ബെനിഫിഷ്യറീസ് ആരൊക്കെ? ഈ 2 കാര്യം മാത്രമാണ് ഇനി തെളിയേണ്ടത്. കൊണ്ടുപോയവർ ആരൊക്കെ, ഇതിന്റെ ബെനിഫിഷ്യറീസ് ആരൊക്കെ, അത് 48 അല്ലെങ്കിൽ 72 മണിക്കൂറിനകം അത് SITക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ കഴിയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സേനാപതി വേണു, അഡ്വക്കേറ്റ് BN ഭാസ്കർ, ഇപ്പോൾ ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ സർക്കാരിനൊരു പങ്കാളിത്തവുമില്ല, അതൊരു സ്വതന്ത്ര ബോഡിയാണ് എന്ന് പറഞ്ഞൊഴിയാം. അങ്ങനെയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും. പിന്നെ കടകംപള്ളി സുരേന്ദ്രൻ ഒരു ഫയലും കാണുന്നില്ല, ഒരു ഫയലിലും ഒപ്പിടുന്നില്ല, ഇതൊക്കെ പറഞ്ഞൊഴിയാം. അതുതന്നെയാണല്ലോ മന്ത്രി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെതിരെയും പറയുന്നത്. അതുകൊണ്ട് പത്മകുമാർ അധ്യക്ഷനായ ബോർഡിൻ്റെ മുകളിലാണ് ഈ ഉത്തരവാദിത്വം മുഴുവനും. പക്ഷേ ആർക്കും വിശ്വസിക്കുവാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഇത്. കാരണം കടകംപള്ളി സുരേന്ദ്രൻ എന്ന ദേവസ്വം മന്ത്രി അറിയാതെ ഈ കാര്യങ്ങളൊക്കെ ശബരിമല സന്നിധാനത്ത് നടക്കുമോ? അത്ര രഹസ്യമായല്ല ഈ കാര്യങ്ങളൊന്നും സംഭവിച്ചിരിക്കുന്നത്. ഒരു ചെയിൻ ഓഫ് ഇവൻസ് ആണ്. ആ ഒരു ചെയിനിൽ ആ കണ്ണിയിൽ ഒരുപാട് ആളുകളുമുണ്ട്. അപ്പോൾ മന്ത്രി അറിയാതെ ഇതൊക്കെ നടക്കുമോ എന്ന് അത്ഭുതത്തോടു കൂടി മാത്രമേ പറയുവാൻ കഴിയുകയുള്ളൂ. 2019-ൽ ഈ 3 കൊള്ളയും നടന്നപ്പോൾ, അവിടെ നിന്ന് സ്വർണ്ണക്കതക് അത് പോയപ്പോഴും, കട്ടിളപ്പാളി പോയപ്പോഴും, ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ പോയപ്പോഴും ദേവസ്വം മന്ത്രി എന്ന് പറയുന്ന ഒറ്റയാളായിരുന്നു കടകംപള്ളി സുരേന്ദ്രൻ. അല്ല മഞ്ജുഷ്, ഇതില് നമ്മളൊരു നറേറ്റീവ് സൃഷ്ടിക്കപ്പെടുന്നതിന് വളരെ എളുപ്പമാണ്.
ആ നറേറ്റീവിന്റെ ഭാഗമാണ് കടകംപള്ളി സുരേന്ദ്രൻ ഈ കൊള്ളയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ട് എന്നുള്ളത്. ഇത് ഊഹാപോഹങ്ങളും കെട്ടുകഥകളും മാത്രമാണ് എന്നുള്ളതിനപ്പുറം ഒരുപക്ഷെ ഒരു മന്ത്രി, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മന്ത്രിക്ക് ദേവസ്വം ബോർഡുകളിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിനോ അല്ലെങ്കിൽ ദൈനംദിന പ്രവൃത്തികളിൽ ഇടപെടുന്നതിനുള്ള അധികാരമില്ലെന്ന് പറഞ്ഞു വെക്കുകയും അധികാരമില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇതിൽ ഇടപെട്ടിരിക്കുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ വഴിവിട്ട രീതിയിൽ ഇടപെട്ടിരിക്കുന്നു എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൊണ്ടുപിടിച്ച ശ്രമം ഈ വിഷയം ഉയർന്നു ഉറങ്ങുകയായിരുന്നോ? ഈ സമയത്തൊക്കെ ഉറങ്ങുകയായിരുന്നോ? അങ്ങനെയല്ല. ദേവസ്വം ബോർഡുകളുടെ മേൽ ദൈനംദിന പ്രവൃത്തികളുടെ നിയന്ത്രണാധികാരം മന്ത്രിക്കില്ല എന്നുള്ളത് സാമാന്യ നീതിയുടെ സാങ്കേതികത്വം മാത്രമാണ്. സാമാന്യ നീതിയുടെ സാങ്കേതികത്വം എന്ന് പറയാം. ആ സാങ്കേതികത്വത്തിൽ കടിച്ചു തൂങ്ങി കടകംപള്ളി സുരേന്ദ്രന് രക്ഷപ്പെടാനും പറ്റും. അല്ല, അതിൽ ഏതെങ്കിലും തരത്തിൽ അല്ല, എന്റെ പക്ഷവും CPIM എടുത്തിട്ടുള്ള നിലപാടും ഇടതുപക്ഷം എടുത്തിട്ടുള്ള നിലപാടും ഒരേ നിലപാട് തന്നെയാണ്. ഈ ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട് ആരൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അവരൊക്കെ തന്നെ ശിക്ഷ അനുഭവിക്കണം എന്നുള്ളതിന് ഒരു സംശയവും വേണ്ട എന്ന നിലപാട് തന്നെയാണ് CPIM-നുള്ളത്. ശബരിമല അയ്യപ്പന്റെ ഒരു തരി മണൽ പോയിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്തി തിരിച്ചെത്തിക്കുന്നതിനുള്ള ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനുണ്ട്. ആ ഉത്തരവാദിത്വത്തിലേക്കാണ് സംസ്ഥാന സർക്കാർ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിലൂടെ ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയ തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് നടപ്പാക്കുക തന്നെ ചെയ്യും. ശരിയാണ് ഹസ്കർ, ഞാൻ അതിനോട് യോജിക്കുകയാണ്. അപ്പോൾ കടകംപള്ളി സുരേന്ദ്രനെ കൈവിടാൻ തീരുമാനിച്ചിട്ടുണ്ട് എങ്കിൽ അതങ്ങനെ തന്നെ നടക്കും. അല്ല, സംരക്ഷിക്കാനാണ് തീരുമാനമെങ്കിൽ ഒന്നും നടക്കില്ല. ഈ ചോദ്യം ചെയ്യലിലെല്ലാം അവസാനിക്കും. അങ്ങനെയല്ലേ ഒരു കുറ്റകൃത്യത്തിൽ ഏതെങ്കിലും അല്ല, കോടതിയുടെ സ്റ്റാൻഡ് ശരിയാണ്. കോടതിയുടെ മേൽനോട്ടം ഉള്ളത് കൊണ്ട് ഇങ്ങനെ പോകുന്നു. പക്ഷേ രാഹുൽ, അവിടെ വേറെ പ്രശ്നമുണ്ട്. ഈ കോടതിയുടെ വിമർശനം കേട്ടാലും കുഴപ്പമില്ല എന്ന രീതിയിലാണ് പോകുന്നതെങ്കിലോ? ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് എന്തുകൊണ്ടാണ് അന്വേഷണം മുന്നോട്ട് പോകാതിരുന്നത്? കോടതി പിന്നീട് ഇടപെടുകയും ചെയ്തു, വിമർശിക്കുകയും ചെയ്തു. അത് സാരമില്ല എന്നുള്ള മട്ടിലാണ് അന്വേഷണം പോകുന്നതെങ്കിലോ? അല്ല മഞ്ജുഷി, രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഇപ്പൊ ED അടക്കമുള്ള ബാക്കി ഏജൻസികളുടെ അന്വേഷണത്തിൽ കൂടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി തീരുമാനമെടുക്കും. ഇനി രണ്ട് കാര്യങ്ങൾ, ശ്രീ കടകംപള്ളി ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് അറിയില്ല. അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് വരേണ്ടതുണ്ട്. 9ഓളം ഇടക്കാല വിധിന്യായങ്ങളുണ്ട്. ഇനി കടകംപള്ളി സാറിനെ കുറിച്ച് രണ്ട് നല്ല പോസിറ്റീവ് കാര്യങ്ങളൂടെ പറഞ്ഞു തുടങ്ങാം. ഒന്ന്, ശബരിമല പ്രക്ഷോഭ കാലത്ത് പോലും ആക്ടിവിസ്റ്റുകളെ കേറ്റണ്ട എന്ന് പറയുകയും കുറച്ചെങ്കിലും വിശ്വാസികളോട് അനുഭാവം കാണിച്ച ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അത് നമ്മൾ മറക്കരുത്. മറുഭാഗത്ത് ശ്രീ പിണറായി വിജയൻ അവർ അതിശക്തമായി വിശ്വാസികളെ വേട്ടയാടണമെന്ന നിലപാടെടുത്തപ്പോഴും ആക്ടിവിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഭേദം ഉണ്ടാക്കിയതിന് AKG സെന്ററിൽ വിളിച്ച് ചീത്ത കേട്ടൊരു വ്യക്തിയാണ്. രണ്ട്, നമ്മുടെ അയ്യപ്പ സംഗമത്തിൽ വന്ന് ശബരിമലയിൽ സുപ്രീം കോടതി വിധിന്യായം തെറ്റാണെന്ന് പറയാൻ ധൈര്യം കാണിച്ച, ആർജവം കാണിച്ച വ്യക്തിയാണ്. അപ്പൊ നല്ലതിനെ നല്ലതെന്ന് പറയണം. ഇന്നുപോലും പല ആൾക്കാർക്കും ആ വിധിന്യായം തെറ്റാന്ന് പറയാൻ പേടിയാ. വിശ്വാസികളെ വ്രണപ്പെടുത്തേണ്ടതൊക്കെ അവിടെ ഇവിടെയും തുടയാൻ സംസാരിക്കും. സുപ്രീം കോടതിയുടെ വിധിന്യായം തെറ്റാന്ന് പറയാൻ ധൈര്യം കാണിച്ചൊരു മനുഷ്യനാണ്. ഇത് പോസിറ്റീവാണ്. പക്ഷെ എന്നാൽ വേണ്ട രീതിയിൽ അദ്ദേഹം ജാഗ്രത കാണിച്ചില്ല. ശ്രീ ഹസ്കർ സാർ പറയുന്ന ഒരു കാര്യം ടെക്നിക്കലി കറക്റ്റ് ആണ്. അതായത്